നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു യാത്ര പോയാലോ? യാത്ര പോകാൻ പറ്റിയ സമയമാണ് വനത്തിലേക്ക്. പക്ഷെ കുറച്ച് റിസ്ക് ആണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് വളരെ റിസ്ക് ആണ്. പിന്നെ ടൂ വീലറിലാണെങ്കിൽ അതിൽ ഏറെ റിസ്ക്. എങ്കിലും നമ്മൾ യാത്ര പോവുകയാണ്. ഇപ്പോൾ അച്ചൻകോവിൽ വനപാതയിൽ കൂടി യാത്ര ചെയ്ത് ഒരുപാട് വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് നമുക്ക് പോകാം. ഞങ്ങൾ പോയ വഴിക്കൊരു അടിപൊളി കാഴ്ച കണ്ടു. കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ആ കാഴ്ച ഒരു കാഴ്ചയാണ്. വനത്തിൽ നിന്നും ഓടി മ്ലാവ് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. നല്ല നട്ടുച്ച സമയമാണ്. അപ്പോൾ വെള്ളം കുടിക്കാൻ ഇറങ്ങിയ മ്ലാവിന് പിന്നാലെ ഈ കോളനികളുണ്ട് കേട്ടോ, ആദിവാസി കോളനികൾ വനത്തിനുള്ളിൽ. അവിടെ അവര് ഈ മൃഗങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് നായ്ക്കളെ വളർത്തുന്നു. അത് വളരെ വീര്യത്തോടെ ഇണക്കി വളർത്തുന്ന നായ്ക്കളാണ്. അപ്പോൾ മ്ലാവ് വെള്ളത്തിലിറങ്ങി വെള്ളം കുടിക്കുന്നതിന് മുൻപേ തന്നെ അവിടെയുള്ള ആ നായ്ക്കളെല്ലാം വെള്ളത്തിലിറങ്ങുന്ന ആ മ്ലാവിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സമ്മതിക്കാതെ. കാരണം വന്യമൃഗങ്ങളെ കണ്ടാൽ പെട്ടെന്ന് പ്രതിരോധിക്കാനാണ് ഈ മ്ലാവുകൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഓടിച്ച് കൊണ്ടുപോയി മ്ലാവ് കയറിയിട്ട് അപ്പുറത്തെ വശത്തൂടെ വീണ്ടും തിരിച്ച് വെള്ളത്തിലിറങ്ങി. അപ്പോഴും ഈ നായ്ക്കളെല്ലാം ചുറ്റുവട്ടം കൂടി ഓടി ഇറങ്ങി മ്ലാവിനെ പായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് വന്യമൃഗങ്ങൾ കോളനി പ്രദേശത്ത് വന്നാലും, ആനയായാലും പുലിയായാലും കടുവയായാലും ചെന്നായാലും ഏത് വന്യമൃഗങ്ങൾ വന്നാലും ഈ നായ്ക്കൾ പ്രതിരോധിക്കും. അതായത് അവരുടെ യജമാനന്മാർക്ക് വേണ്ടി സുരക്ഷിതരായ കാവലുള്ള ആൾക്കാരാണ് ഈ നായ്ക്കൾ. പക്ഷെ മ്ലാവിന്റെ അടുത്ത് ഒരു പണിയും നടക്കുന്നില്ല. കണ്ട മ്ലാവ് നമ്മളിന്ന് കണ്ടു തിരിഞ്ഞു നോക്കി നിൽക്കുകയാണ്. കാരണം അവിടെയും അവർക്ക് പ്രൊട്ടക്ട് ചെയ്യണം, ഇവിടെയും പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷെ നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയല്ല. അപ്പോൾ നമ്മൾ ലോങ് ഷോട്ടിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും നായ്ക്കൾ വിടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മ്ലാവിന്റെ കാലുപൊക്കെ ഒറ്റ അടിയാണ്. ഈ മ്ലാവിന്റെ കുളമ്പിന് ഭയങ്കര ബലമാണ്. അത് നായ്ക്കൾക്കറിയാം. അതുകൊണ്ടാണ് ഒരു ദൂരം ഇങ്ങനെ നിന്ന് ചുറ്റുവട്ടം കറങ്ങുന്നത്. പക്ഷെ അതിന്റെ ഒരു ചവിട്ട് കണ്ടാൽ രണ്ടാമതും പൊക്കിയേക്കാണ്. അങ്ങനെ അത് പേടിപ്പിക്കുകയാണ് നായ്ക്കളെ. അതായത് അതുകൊണ്ട് നായ്ക്കൾ ഒരുപാട് അടുത്തൊന്നും ചെല്ലില്ല. അടുത്ത് ചെന്നാൽ തീർച്ചയായും ചവിട്ട് കൊള്ളും. എങ്കിലും ചുറ്റുവട്ടം നിന്ന് ഇങ്ങനെ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാട്ടിലേക്ക് കയറ്റിവിടാൻ. നായ്ക്കൾ വിചാരിച്ചിരിക്കുന്ന യജമാനന്മാരെ എന്തോ ചെയ്യാമെന്ന ഏതോ വലിയൊരു മൃഗമായിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ചുറ്റും. കുഞ്ഞു പട്ടികളാണ് കേട്ടോ, വളർന്നു വരുന്നേ ഉള്ളൂ. ഇങ്ങനെയാണോ ആ മ്ലാവ് ചാടി ആ നായ്ക്കളെ ആക്രമിച്ച നായ്ക്കളും പിന്നോട്ട് പോവുകയാണ്. പക്ഷെ അതിനും ഭയമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ മ്ലാവ് കൂടി ഉച്ച സമയത്തൊക്കെ ഒരുപാട് വെള്ളം കുടിക്കാൻ ഈ അച്ചൻകോവിലാറ്റേക്ക് വരുന്നുണ്ട്. കാരണം ഭയങ്കരമായ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ചില സ്ഥലങ്ങളിൽ അച്ചൻകോവിലാറൊക്കെ മുട്ടിനൊപ്പം മാത്രമേ വെള്ളമുള്ളൂ. അവിടെയൊക്കെ വറ്റി വരേണ്ടത് കണ്ടില്ലേ. നായ്ക്കളെല്ലാം കൂടി മ്ലാവിന്റെ പിന്നാലെ പോവുകയാണ്. ഏതായാലും ഒരു പ്രതിരോധം എന്ന നിലയിൽ അതിങ്ങനെ കറങ്ങി നിൽക്കുകയാണ് മ്ലാവ്. അപ്പൊ നമ്മൾ നോക്കണ്ട 4 നായ്ക്കളാണ്. അപ്പൊ ഈ 4 നായ്ക്കളും വലിയ നായ്ക്കളൊന്നുമല്ല, ഒരു ചെറിയ നായ്ക്കുട്ടികളാണ്. വളർന്നു വരുന്നേ ഉള്ളൂ. എങ്കിലും അവര് ഇങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മ്ലാവിനെ. അതിനെ ഒരു ചുറ്റുവട്ടം നിന്ന് ഇങ്ങനെ കറങ്ങി വിരട്ടുകയാണ്. മ്ലാവ് അതനുസരിച്ച് കാലിങ്ങനെ ചവിട്ടി വെള്ളം തെറിപ്പിക്കുകയാണ്. അതുകൊണ്ട് പേടിച്ചിട്ട് നായ്ക്കൾ അടുത്തോട്ട് പോകുന്നുമില്ല. പക്ഷെ മ്ലാവിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. തലയൊക്കെ കുലുക്കി ഇവരെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനി മ്ലാവ് പതുക്കെ പിന്മാറുകയാണ്. നേരെ കരയ്ക്ക് പിടിക്കാനുള്ള പരിപാടിയാണ്. ഓടുന്ന ഓട്ടം കണ്ട നേരെ ഓടി കാട്ടിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. പിന്നാലെ 4 നായ്ക്കളും അടിപൊളിയായിട്ട് ഓടി പോവാണ്. അതായത് കുറച്ച് ഒന്ന് നിന്നു. മ്ലാവ് നിന്നപ്പോൾ വീണ്ടും നായ്ക്കൾ നിന്നു. ഏതായാലും ഇതിനെയൊക്കെ ഓടിച്ച് കാട്ടിൽ കയറ്റി വിട്ടിട്ട് ഈ നായ്ക്കൾ പിന്നോട്ട് വരും. അപ്പോൾ അച്ചൻകോവിൽ യാത്രയിൽ നല്ല സൂപ്പർ വനയാത്രകൾ ആണ്. അടിപൊളിയാണ്. പക്ഷെ സൂക്ഷിച്ചൊക്കെ പോയില്ലെങ്കിൽ ആന ഭയങ്കര ശല്യമാണ്. അതുപോലെ കാട്ടുപോത്ത്. അപ്പോൾ നമ്മുടെ അച്ചൻകോവിൽ സൂപ്പറാണ്. വനക്കാഴ്ചകൾ കണ്ടു പോകാം.